നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശശി തരൂർ ഒഴികെ UDF നേതാക്കൾ വന്നില്ലെങ്കിലും എന്താ കുഴപ്പം? ഉമ്മൻചാണ്ടിയുടെ പേര് കൃത്യമായി KV തോമസ് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് ഇതിൽ വരരുത് എന്ന ലക്ഷ്യമുള്ളത് കൊണ്ടാണ് സതീശനെ പോലും അടുപ്പിക്കാതെ പിണറായി വിജയൻ ഒരു കളി കളിച്ചത്. എന്നാൽ പിണറായിയുടെ വലം കൈയായ KV തോമസ് ഉമ്മൻചാണ്ടിയെ സ്മരിച്ചതോടെ പിണറായിയുടെ ഹാളിളകി. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ഓർമ്മിപ്പിച്ചുള്ള KV തോമസിന്റെ കുറിപ്പ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ഇടഞ്ഞു നിന്ന അദാനിയുമായി ഉമ്മൻചാണ്ടി 15 മിനിറ്റ് സംസാരിച്ചതോടെ പദ്ധതി ഓക്കെയായി എന്ന തരത്തിലായിരുന്നു തോമസിന്റെ കുറിപ്പ്. കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഡൽഹിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി പ്രവർത്തിക്കുന്നതിനിടെ KV തോമസ് ഈ കുറിപ്പിട്ടത് ഇടതുവൃത്തങ്ങളെ അമ്പരിപ്പിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ ഉമ്മൻചാണ്ടി എന്ന വാക്ക് ഉച്ചരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രി അടക്കം സർക്കാരിലെ പ്രമുഖർ പ്രത്യേകം ശ്രദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ വിഷയം വീണ്ടും ചർച്ചയാകുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും ഇതെടുത്തിട്ടതോടെ മുഖ്യമന്ത്രി KV തോമസിനെ അതൃപ്തിയും അമർഷവും അറിയിച്ചതായാണ് സൂചന. ഉമ്മൻചാണ്ടി കല്ലിട്ടതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം അപ്പാടെ പൊളിയുന്ന തരത്തിലായിരുന്നു KV തോമസിന്റെ FBയിൽ വന്ന കുറിപ്പ്. ഇത് വന്നയുടൻ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി. വലിയ തുക ഓണച്ചേറിയും 1.3 ലക്ഷം രൂപ യാത്രപ്പടിയും പ്രൈവറ്റ് സെക്രട്ടറിയും അസിസ്റ്റന്റും ഓഫീസ് അറ്റൻഡറും വാഹനം എല്ലാം നൽകി നിയമിച്ചിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തത് നന്ദികേടാണെന്നും പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് പറഞ്ഞതായാണ് സൂചന. തുടർന്നാണ് മുഖ്യമന്ത്രി KV തോമസിനെ നേരിട്ട് അതൃപ്തി അറിയിച്ചത്. എന്നാൽ വിഴിഞ്ഞം യാഥാർത്ഥ്യമായതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് അംഗീകരിക്കേണ്ടതില്ല എന്നാണ് CPM ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തിരിക്കെ തനിക്കറിയാവുന്ന സത്യം ഇത്രയെങ്കിലും അനുസ്മരിച്ചില്ലെങ്കിൽ അതെന്റെ മനസാക്ഷിയോടും ചെയ്യുന്ന ഒരു വഞ്ചനയാകുമെന്നും തന്റെ ഷെർലിയുടെ ആത്മാവും കണ്ണമാലി പള്ളിയിലെ ഔസേ പിതാവും തന്നോട് പൊറുക്കില്ല എന്നുമാണ് KV തോമസ് അടുപ്പക്കാരോട് പറഞ്ഞതായാണ് സൂചന. ഡൽഹി പ്രതിനിധി എന്ന പദവിയിൽ നിന്ന് KV തോമസിനെ നീക്കുമെന്നും ഒരു ശ്രുതിയുണ്ട്. എന്നാൽ KV തോമസ് വ്യക്തിപരമായി അങ്ങനെ കരുതുന്നില്ല. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ മുറുകി നിൽക്കുമ്പോൾ KV തോമസിനെ നീക്കുന്നത് ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലും വന്നേക്കാം. 2015 പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് അദ്ദേഹം തന്നോട് പറഞ്ഞത്. പോർട്ടിന്റെ പണി ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന ദിവസം അദാനി ഗ്രൂപ്പിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിയെ തനിക്ക് നല്ല പരിചയമുണ്ട്, അദ്ദേഹത്തെ വിളിക്കാം. പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അദാനി ഗ്രൂപ്പിനോട് എതിർപ്പുണ്ട്. ഇതിനുള്ള പരിഹാരം മുഖ്യമന്ത്രി തന്നെ കാണണമെന്നായിരുന്നു തന്റെ മറുപടി. ഗൗതം അദാനിയെ വിളിച്ച് തുറമുഖത്തെക്കുറിച്ച് താങ്കളോട് നേരിട്ട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രൊഫസർക്ക് കേരളത്തെക്കുറിച്ച് അറിയുന്നത് പോലെ കേരളത്തിലെ ട്രേഡ് യൂണിയൻ സാഹചര്യങ്ങളെക്കുറിച്ച് എനിക്കും അറിയാം. മാറി മാറി വരുന്ന സർക്കാരുകളും ഏതിനെയും വിമർശിക്കുന്ന മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിൽ 2000 ഏക്കർ സ്ഥലം സൗജന്യമായി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് എന്താ കാര്യം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ആദ്യം ഉമ്മൻചാണ്ടിയെ കാണൂ, അതിനുശേഷം തീരുമാനമെടുക്കാമെന്ന് താനും പറഞ്ഞു. അങ്ങനെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തുറമുഖ മന്ത്രി K ബാബുവും ഉൾപ്പെടെ സംഘം ഡൽഹിയിലെ തന്റെ ഔദ്യോഗിക വസതിയിലെത്തിയത്. അവിടെ വച്ച് അദാനിയും ഉമ്മൻചാണ്ടിയും 15 മിനിറ്റോളം സ്വകാര്യമായി സംസാരിച്ചു. അതിനുശേഷം ഗൗതം അദാനി പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് പ്രൊഫസർ, ഐ വിൽ കം ടു കേരള. പിന്നീട് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ, BJPയുടെ സംസ്ഥാന നേതാക്കൾ എന്നിവരെ അദാനി തിരുവനന്തപുരത്ത് പോയി കണ്ടു. പദ്ധതിയുടെ ആവശ്യകത സോണിയാഗാന്ധിയെ ബോധ്യപ്പെടുത്താൻ ഉമ്മൻചാണ്ടിക്കുമായി. പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണെന്നും തോമസിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. ശ്രദ്ധേയമായ കാര്യം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ചെലവുകൾക്കായി ഒരു തുക സംഭാവന നൽകാമെന്ന് അദാനി പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് ഉമ്മൻ പറഞ്ഞുവെന്നാണ് കുറിപ്പിലുള്ളത്. കുറിപ്പിന്റെ അവസാനം 2 വരിയിൽ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി പൂർത്തീകരിച്ചത് ആ ഒരു ക്രെഡിറ്റ് നൽകുന്ന വാക്കുകൾ KV തോമസ് നൽകിയത്. ഇതേ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മെയ് 1 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന PS ശ്രീകുമാർ ഇട്ട ഒരു FB പോസ്റ്റും KV തോമസ് ഷെയർ ചെയ്തു. 5 തവണ കോൺഗ്രസിന്റെ പാർലമെന്ററി അംഗവും 2 തവണ നിയമസഭാ അംഗവും സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന തേവര കോളേജിലെ പഴയ കെമിസ്ട്രി പ്രൊഫസർ പാർലമെന്റ് സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നാണ് CPMുമായി അടുത്തത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിൽ പങ്കെടുത്തതിനെ തുടർന്ന് 2022 മെയ് മാസത്തിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. KV തോമസ് അദാനി ബന്ധം മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി ആ ബന്ധം പ്രയോജനപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായത് തന്റെ മാത്രം പ്രയത്നം കൊണ്ടാണെന്നും ഉമ്മൻചാണ്ടിക്കും സർക്കാരിനും അതിലൊരു പങ്കുമില്ല എന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ പാർട്ടിയെയും PR സംവിധാനങ്ങളെയും ഉപയോഗിച്ച് കോടികൾ മുടക്കിയ പ്രചാരണം നടത്തി വരവെയാണ് KV തോമസ് ഇന്നലെ ഉഗ്രൻ വെടിപൊട്ടിച്ചതിൽ മുഖ്യമന്ത്രിക്കുള്ള അമർഷം ചെറുതല്ല.
മുഖ്യമന്ത്രി അതിർത്തി അറിയിച്ചതിന്റെ പ്രയാസവും നിരാശയും പരിപാടി നടക്കുന്ന സന്ദർഭത്തിൽ KV തോമസിന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.